ഫ്രണ്ട്സ്, നമുക്കിന്ന് രണ്ട് പുതിയ ഐറ്റംസ് പരിചയപ്പെടാം. രണ്ടും സിമ്പിളാണ്, വെരി ഹെൽത്തിയാണ്. അതിലത്തൊന്ന് നമ്മുടെ ലോട്ടസ് സീഡ്സ് ആണ്. അതായത് താമരയുടെ ഉള്ളിലത്തെ വിത്ത് എടുത്തിട്ടുള്ള വിത്ത് കൊണ്ടുള്ള ഒരു സ്നാക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ പാക്കറ്റിലാണ് കിട്ടുക. ഇവിടുത്തെ ഒരുവിധം വലിയ കടകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഞാൻ ഇടയ്ക്ക് വാങ്ങാറുള്ളത് ആമസോണിൽ ഓൺലൈനായിട്ടാണ് വാങ്ങാറ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സീഡ്. ഇത് വെരി റിച്ച് പ്രോട്ടീനാണ്, അയൺ കണ്ടന്റ് കൂടുതലുള്ളതാണ്. എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയൊരു സീഡാണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ സീഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ സീഡ്. നമ്മുടെ പോപ്കോണിൻ്റെ അതുപോലെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാധനമാണ്. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുക, എങ്ങനെയാണ് അതുകൊണ്ടുള്ളത് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് സമയം കളയേണ്ട പരിചയപ്പെടാം. ഓക്കെ, രണ്ടാമത്തെ ഐറ്റം ബീൻസ് കൊണ്ടുള്ള ഒരു സാലഡാണ്. സിമ്പിളാണ്, വെരി ഹെൽത്തിയാണ് ഇതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് അത് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം അത് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ലോട്ടസ് സീഡ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗീ ഇട്ടിട്ടുണ്ട് കേട്ടോ, നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഈ സീഡ് ഇടുകയാണ്. ഇത് ഫ്രൈ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് പിടുപിടുന്നേരം പൊട്ടും. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ അതുവരെ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ലോട്ടസ് സീഡ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതാ കേട്ടോ, പൊട്ടണു. ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. ഉണ്ടോ, ഇതുമാതിരി ആവും. ആ സമയത്ത് നമുക്ക് ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ ലോട്ടസ് സീഡ് കൊണ്ട് കുട്ടികൾക്കുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയവർക്കും കഴിക്കാം കേട്ടോ, കുട്ടികൾക്ക് മാത്രമല്ല. ഇനി നമുക്ക് ഇതിനെ കുറച്ചും കൂടി നല്ല എരിവും തക്കാളിയും സവോളയൊക്കെ ഇട്ടിട്ടൊരു സാലഡ് മാതിരിയാക്കിയാലോ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഒരു ജീരകം കേട്ടോ, നല്ല ജീരകം ഇടുന്നുണ്ട്. നല്ല ജീരകത്തിന് ശേഷം കുറച്ച് സവോള. ഞാൻ ചെറിയ സവോളയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനൻ്റെ ഫ്ലേവർ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതുപോലെ ഇട്ട് എടുക്കാം കേട്ടോ. നന്നായി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു, ജീരകം ഇട്ടു, സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു. ഇതിലേക്ക് നമ്മൾ ചെറിയ തക്കാളി അരിഞ്ഞെടുത്തു. നല്ലോണം മാറ്റിയെടുക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി. ഇതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് കുറക്കൊക്കെ ചെയ്യാമേ. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. എണ്ണ പോരങ്ങ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് നന്നായി വാടി കിട്ടണ്ടേ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. നമ്മളതിൽ ലോട്ടസ് സീഡിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് ഇടുക. ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഗ്രേവി അല്ല. നമ്മുടെ ഗ്രേവി ഈ തിക്നെസ് പാടുള്ള ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ സീഡൊക്കെ ചുങ്ങി പോവുകയും. അപ്പോൾ ഇത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഗരം മസാലയൊക്കെ താല്പര്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ.
മസാലയോട് ഇഷ്ടമുള്ളവർക്കാണെന്ന് വെച്ചാൽ ഗരം മസാല പൗഡർ ഇടാൻ. ഞാനിപ്പോൾ അത് ചേർക്കണില്ല. അപ്പോൾ അതായത് ഈ തിക്നെസ്സിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ലോട്ടസ് സീഡ് ഞാൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുകൊണ്ട് 2 ഐറ്റായില്ലേ, ഇതുകൊണ്ട് തന്നെ ഇനി നമുക്കത് ഉപ്പൊക്കെ പാകമായി ഒന്ന് നോക്കാം. കുഴങ്ങി കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കും. മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫാക്കാണ്. ഇതിനെ നമുക്ക് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. നമുക്ക് ബീൻസ് സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു ബൗള് ബീൻസ് എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലേക്ക് നാര് കളഞ്ഞ് കഴുകി ഇങ്ങനത്തെ വലിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുതാക്കിയിട്ടല്ല അരിയാറ്, അതുകൊണ്ട് എങ്ങനെയാണ് ഇതിന് ചെയ്യുക. അപ്പോൾ ഇത്ര വലിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ട് സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിലിട്ടിട്ടൊരു 5 മിനിറ്റ് ഒരു കുക്കിംഗ് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിനെ അതിലിട്ടിട്ടുണ്ട്, അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബീൻസ് ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിതിനെ തീ ഓഫാക്കാം, മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീൻസ് ഇവിടെ വെന്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഇതിലേക്കുള്ള മസാല ഒരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും നന്നായി ചേരുന്ന ഓയിൽ ഒലിവ് ഓയിലാണ് കേട്ടോ. അത് ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ നന്നായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 5 വെളുത്തുള്ളി റൗണ്ടിൽ അരിഞ്ഞതാണ് അതിനിട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അധികം ചുമക്കനെ വറക്കരുത്, ഒന്ന് പച്ചക്കുത്ത് പോകുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇതാ ഒരുവിധം പാകമുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 10 കപ്പലണ്ടിയില്ലേ, അതായത് പീനട്ട്സ്, അത് ക്രഷ് ചെയ്തതാണ്, വറുത്തതാണ് കേട്ടോ. അത് നിങ്ങളുടെ കയ്യിൽ പച്ചയാണെന്ന് വെച്ചാൽ ഒന്ന് വറുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചതച്ചിട്ട് അതിനതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പീനട്ട്സും വെളുത്തുള്ളിയും കൂടി ഇതാ നല്ല മണം വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളുത്ത എള്ള് ഇത് ഇട്ട് കൊടുക്കണം. അത് നമ്മുടെ ഇഷ്ടത്തിനാണ് ഇടുക. ഞാനിപ്പോൾ ഇതുകൊണ്ട് 2 ടീസ്പൂൺ 2.5 ടീസ്പൂണായിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ബീൻസ് വേവിക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഉപ്പിടുക. ഇനി ഇതിലേക്ക് നമ്മൾ വെച്ചിരുന്ന വേവിച്ച് വെച്ച ബീൻസ് കൊട്ടും. ബീൻസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചുവന്ന മുളക് ക്രഷ് ചെയ്ത് വെച്ചത് ഒരല്പം തുള്ളി കൊടുക്കാം, 1/2 ടീസ്പൂൺ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് താല്പര്യമുണ്ടെങ്കിൽ കൂട്ട കുറച്ചൊക്കെ ചെയ്യാം. ബീൻസ് റെഡിയായി വന്നിട്ടുണ്ട്. ഉപ്പ് എരിവൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. Done.